പിന്നെ അതുപോലെ തന്നെ പത്മരാജൻ സാറും ജയറാമേട്ടനുമായിട്ട് ഒത്തിരി എന്താ പറയുന്നത് മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇന്നലെ, അപരൻ, അല്ലേ, മൂന്നാം പക്കം, അങ്ങനെ ഇങ്ങനെ. മൂന്നാം പക്കത്തിലുള്ള വലിയ ഒരു ഷോട്ടിലുള്ള പ്രത്യേകത എന്ന് പറയാമോ? എനിക്ക് മൂന്നാം പക്കം എന്ന് പറഞ്ഞ ഒരു ഷോട്ടിലുള്ള പ്രത്യേകതയോ? ആ മൂന്നാം പക്കം എന്നുള്ള സിനിമയിൽ ഒരു 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 ഷോട്ടിൽ വളരെ പ്രശസ്തരായിട്ടുള്ള മൂന്ന് തലമുറ ശരിയാണ്. അപ്പൂപ്പൻ, അച്ഛൻ, എന്റെ ബ്രദർ, ഒറ്റ ഫ്രെയിമിൽ രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ അഭിനയിച്ചിട്ടുള്ള ഒരു. എന്നാലും ആ ഫ്രെയിമിൽ നിൽക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. പക്ഷേ ബ്രദർ രാജുവിന്റെ ക്യാരക്ടർ ഞാനാണ്. അതെനിക്കറിയാം. പിന്നെ എപ്പോഴും എന്നാലും ഞാൻ ചോദിക്കട്ടെ, പത്മരാജൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നപ്പോൾ അദ്ദേഹത്തിലുണ്ടായിരുന്ന ക്വാളിറ്റീസ്, എനിക്കൊന്ന് ഇപ്പോഴത്തെ ഒട്ടുമിക്ക ജനറേഷൻസിൽ പത്മരാജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വേഴ്സറ്റാലിറ്റി എന്തെന്ന് അറിഞ്ഞൂടാത്ത ഒരു ജനറേഷനാണ് തോന്നിച്ചു. അപ്പം എന്താണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിനുള്ള പ്രത്യേകത ആസ് എ ഡയറക്ടർ? അദ്ദേഹത്തിന്റെ പ്രത്യേകത ഒരു ആസ് എ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഒരു എത്രയോ അദ്ദേഹം കൊണ്ടുവന്ന ആളുകളിൽ വന്ന ഒരാളായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനെ കുറിച്ച് പറയണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ച് പറയണോ, അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിനെ കുറിച്ച് പറയണോ? ആസ് എ ഹ്യൂമൻ ബീയിങ് ഡയറക്ടർ ഒന്നും നമുക്ക് എന്തറിയാമോ, പ്രൊട്ടക്ഷൻ എന്നൊക്കെ നമുക്ക് ലൈഫിൽ പറയാം. നമ്മളെ ചേർത്ത് നിർത്തിയ ഒരാൾ ഞാനുണ്ടാ പേടിക്കണ്ട എന്ന് പറയാൻ ഭയങ്കര ലവബിളാണ്. അതേപോലെ തന്നെ കമാൻഡിങ് ആണ്, നമുക്ക് കമാൻഡിങ് ആണ്. ഇപ്പോൾ ചില സംഗതികളൊക്കെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ സാർ ഷോർട്ട് ടേം ബേർഡൊന്നും അല്ല കേട്ടോ. അയ്യോ, പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡയറക്ടർ ഇരിക്കുന്നത് ഒരു മോണിറ്റർ വെച്ചിട്ട് എവിടെയോ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരിക്കുന്നു. ഇന്നൊരു ക്യാമറ വെക്കുന്നു, ആ ക്യാമറയ്ക്ക് ശബ്ദമില്ല. പണ്ട് 2C ക്യാമറ ആണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ എന്നുള്ള ശബ്ദം വരും. അപ്പോൾ നമുക്ക് ക്യാമറ ഓൺ ചെയ്തൊരു ഫീൽ എല്ലാം കിട്ടും. ഡയറക്ടർ തൊട്ടടുത്ത് നിൽക്കുകയല്ലേ. അപ്പോൾ പാർവതി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പത്മനാഭൻ സാർ ഇവിടെ ഇരുന്നിട്ട് കൈ ഇവിടെ വെച്ചിട്ട് ക്യാമറയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കും, നീ സ്നേഹിക്കുന്ന കുട്ടിയത്, അവളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്കിഷ്ടമാണെന്ന് പറയണം, നീ എൻ്റെ മുഖത്ത് നോക്കിയോ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ സാറിന് പറയാൻ പറ്റില്ല, എനിക്ക് സത്യമായിട്ടും പറയാൻ പറ്റില്ല. 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് പോലും സാറിൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. ഞാനിത് മോഹൻലാലിനോട് ചോദിച്ചിട്ടുണ്ട്. മോഹൻലാലും സാറുമായിട്ടൊക്കെ ഭയങ്കര കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ലാലേട്ടനോട് ചോദിച്ചപ്പോൾ ഒരിക്കൽ ലാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നേരം പത്മനാഭൻ സാറിൻ്റെ കണ്ണിൽ നോക്കിയിരിക്കാൻ പറ്റില്ല, അത് ഞാനാണെങ്കിൽ പോലും തല കുമ്പിട്ടുകളെ. അപ്പം അങ്ങനത്തെ ഒരു കമാൻഡിങ് പവറും ഒക്കെയുള്ള, എന്നാൽ ഒരു അച്ഛൻ മകനെ സ്നേഹിക്കുന്ന പോലത്തെ ഒരു വാത്സല്യവും അങ്ങനെയൊക്കെ. അത് പറയണമെങ്കിൽ ഒരുപാട് ഒത്തിരി പറയേണ്ടി. എന്നാലും എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ഓർമ്മ എന്ന് പറയുന്നത് കവലയും ഞാൻ അതിലേക്ക് തന്നെ തീർച്ചയായിട്ടും വരും. അപ്പം ഈ പപ്പായും പത്മരാജനങ്ങളും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു കോമ്പിനേഷൻ ഒത്തിരി പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കരമാണ് കേട്ടോ. ഞാനത് ശരിക്കും വാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ വലിയ, ഞങ്ങൾ അത് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ഒരാളെല്ലേ അറിയുള്ളൂ, വരുന്നു അച്ഛൻ എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഉപദേശം, അല്ലെങ്കിൽ ഏറ്റവും വലിയ നമുക്ക് ഒരു ഉപദേശം കിട്ടില്ലേ ലൈഫിൽ, ജീവിതകാലം മുഴുവൻ നീ ഇത് ഫോളോ ചെയ്തോളണം എന്നുള്ള. ഫസ്റ്റ് സിനിമയിൽ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ വെച്ചിട്ടാണ് ഒരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ആ പേപ്പർ വായിച്ചുകൊണ്ട് നിൽക്കണം. ആ പേപ്പർ വായിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് എനിക്കറിയില്ലായിരുന്നു ഇത് കണ്ടിന്യൂറ്റിയാണ്. അടുത്ത സീൻ എടുക്കുമ്പോൾ, അടുത്ത ഷോട്ട് എടുക്കുമ്പോൾ ഇതേ പേപ്പർ ഇങ്ങനെ വേണമെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഏതോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ കൊടുത്തു, അയാൾ വേറെ ആളുടെ ആ പേപ്പർ നഷ്ടപ്പെട്ടു. റോഡിൻ്റെ നടുക്കാണ് ഷൂട്ടിങ്, ഏകദേശം ഒരു 10, 100, 200 ആളുകൾ ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നുണ്ട്. പേപ്പർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ല സാർ, വേറെ ആരുടെയും കയ്യിൽ കൊടുത്തു എന്ന് പറയും. ചീത്ത എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നിട്ട് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വന്നിട്ട് കരഞ്ഞു. അവനടുത്ത് പറഞ്ഞു, മേലാൽ ഇത് ജീവിതത്തിൽ നിനക്കൊരു പാഠമായിരിക്കണം. എന്തെങ്കിലും സാധനം, അത് എന്ത് സാധനമായിക്കോട്ടെ, ഇപ്പോൾ ഒരു ചാക്കായിരിക്കും, ആ ചാക്ക് എന്ന് പറയുന്നത് നിനക്ക് ചുമക്കാൻ പറ്റാത്ത സാധനമാണെങ്കിലും അത് നീ കയ്യിൽ വെച്ചോളണം. സീൻ കഴിയുന്നവരെ അത് അസിസ്റ്റന്റ് ഡയറക്ടറെ കൊടുക്കുക, ഒരു ഷോട്ട് കഴിയുമ്പോൾ വേറെ ആളുടെ കൊടുക്കുക, അത് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. മാത്രമല്ല നാളെ ഒരാൾ അഭിനയിക്കാൻ വരും, അദ്ദേഹം വന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് നീ കണ്ട് പഠിക്കണം, അതാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇത്. ഞാൻ പറഞ്ഞു ശരിയെന്ന് സാർ, ഞാൻ ചെയ്യില്ല. അടുത്ത ദിവസം വന്നാരെന്നറിയാലോ, സാക്ഷാൽ ജഗതി ശ്രീകുമാർ. അദ്ദേഹം പോലീസായിട്ട് അതിനകത്ത് ചെറിയ വേഷമുള്ളൂ, എന്നെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ വന്ന വഴിക്ക് അദ്ദേഹം എല്ലാ സെറ്റുകളിലും ചോദിക്കുന്നത് പാർവതിക്ക് അറിയാമോ അറിയില്ല, ഡയറക്ടർ അനുസരിച്ചാണ് അഭിനയിക്കുക. പത്മനാഭൻ സാറ് ഭരതൻ ആ സെറ്റാണെങ്കിൽ സാർ ഏത് ലെവൽ വേണം, ഒരു നോർമൽ ലെവൽ മതിയോ, താഴേക്ക് കുറച്ചുകൂടി വേണോ, ചളം വേണോ, ചച്ചളം വേണോ, വളരെ വൃത്തികേടാക്കണോ, തറയാക്കണോ, ഇങ്ങടാക്കണോ, എല്ലാ ലെവലും. അതെ,
അപ്പം നേരെ വന്നു, കാലത്ത് തന്നെ പോലീസാണ് വേഷം നിറഞ്ഞുകൂടി. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഉള്ളൂ, ജഗദീഷ് ചേട്ടന് ഉച്ചയ്ക്ക് ശേഷമുള്ളൂ. പക്ഷേ രാവിലെ വന്ന് മീശ ഒട്ടിച്ചിട്ട് ആ പോലീസ് വേഷം ഇട്ട് വെറുതെ അതിൽ നടക്കുക, ഇതിൽ നടക്കുക. അദ്ദേഹം ആ കഥാപാത്രമായി കഴിഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരാളെ പറഞ്ഞില്ലേ, ആ മനുഷ്യനെ കണ്ട് പഠിക്കണം. ഒരു കഥാപാത്രമായി കഴിഞ്ഞാൽ ഉടനെ ഒരു ഷോട്ട് കഴിഞ്ഞ് അത് വേറെ ആളുടെ കൊടുക്കുക. അതില്ലാതെ രാവിലെ വന്നാൽ അത് തൻ്റെ ജോലി എന്താണോ അത് കണ്ടു പഠിക്കാൻ പറഞ്ഞ ആദ്യത്തെ സിനിമയിൽ എനിക്ക് കാണിച്ചു തന്ന ഒരു വലിയ മനുഷ്യനാണ് ശ്രീ ജഗദീഷ് ശ്രീകുമാർ. അതിൽ നിന്ന് ഒത്തിരി ഇന്നും ഞാൻ ഒരു സാധനമാണ്, എത്ര വലിയ സാധനമാണെങ്കിലും ഞാൻ നിലത്ത് പോലും വയ്ക്കില്ല, ഞാൻ തന്നെ കീപ്പ് ചെയ്ത് അവസാനം വരെ.